എത്ര സമയാന്നറിയാ ഇങ്ങള് മനുഷ്യന് മെനക്കെടുത്ത ഒരു പരിധി. അയാള് കേക്കണ്ട. ക്ഷമ വേണ്ട. നമ്മൾ എത്ര സമയാന്നറിയാ വന്നിരിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് കാര്യം അറിയില്ലേ? എന്ത് കാര്യം? എന്ത് കാര്യന്നോ? രാവിലെ മൂപ്പര് ഇറങ്ങിയല്ലേ, ഒറ്റ മൈനനെ കണ്ടിട്ടല്ല അകത്ത് പോയി കുത്തിരിക്കണത്. ഒറ്റ മൈനനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സാറ് ഇറങ്ങൂല. ഒന്നെങ്കിൽ 2 മൈനനെ കാണണം, അപ്പൊ ശുഭാണ്. അല്ലെങ്കിൽ ഈ ഒറ്റക്കിരുന്ന മൈന പറന്നു പോയിട്ട് വേറൊരു മൈനന്റെ അടുത്ത് എത്തണം. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ഒറ്റ മൈനയില്ലേ വേറൊരു മൈനയുടെ അടുത്തെത്തുന്ന സമയം നമ്മളെങ്ങനെ തിരിച്ചറിയും? മെല്ലെ അതൊക്കെ മൂപ്പര് നോയിക്കോളൂ. അതൊന്നും നമ്മൾ അതിന്റെ അകത്ത് കൈയിടാൻ നിൽക്കണ്ട. ഇന്ന് നടക്കില്ല, ഇന്ന് നടക്കൂല. ഇന്നൊരു ധർണ ഉണ്ട്, അതാണ്. അവിടെ മഴ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, നോക്കട്ടെ. ശരി, പിന്നെ വിളിക്കും ട്ടാ. ഓക്കെ. വലത്തേക്കാല വെച്ച് ഏത് കാല് വെച്ച് കയറാൻ? എന്താടാ കാണിക്കണേ? എന്താണോ? ഒരു പൂച്ച. സത്യമായിട്ട് ഒരു പൂച്ച കുറുകെ ചാടിയതാ. കരിമ്പൂച്ച. പൂച്ചയാ? ഇന്ന് എന്തൊരു ദിവസമായി പോയി. ഒരു കാര്യം ചെയ്യ്, ഇറങ്ങി വാങ്ങട്. അതെ, പൂച്ച കുറുകെ ചാടി കഴിഞ്ഞാല് 8 അടി പുറകോട്ട് നടക്കണം. അത് നടക്കുമ്പോഴല്ലേ നമ്മള് കാറിലല്ലേ? ഈ തർക്കിക്കാൻ നിൽക്കാതെ പറയുന്നത് കേക്ക്. നടന്നോ? നടന്നോ. ഒരടി എന്ന് പറഞ്ഞ ഒരെണ്ണങ്ങട് തരും, അപ്പൊ മനസ്സിലാവും നിനക്ക്. ഒരടി. റെഡി. 1 2 3 4 5 6 7 8. എന്താ കാണിക്കണേ? ഒറ്റ മിനിറ്റ് സാർ. ഹലോ, വന്മത എന്തേ? ഞങ്ങൾ ഇറങ്ങിയാണ്. അതെന്ത് പണിയാണ് മന്മത? അതെങ്ങനെ നടക്കുക? ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് എത്ര ദൂരമല്ലോ ഇവിടുന്ന്. അയ്യയ്യ, അത് മോശമായി പോയി. ഈ ഫോൺ വെക്ക്. എന്താ? അവിടുത്തെ ധർണന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഉദ്ഘാടനം കഴിഞ്ഞോ? നമ്മളെന്താ വൈകിന്ന് പറഞ്ഞു മന്മത. ഇതിപ്പോ ആരാ വിളിച്ചത്? മന്മഥനെ വിളിക്ക്. മന്മത, ഞാൻ സത്യം കൊടുക്കാം, വെക്കല്ലേ? എന്താ മന്മത, എന്തൊക്കെ ഈ പാർട്ടിയിൽ നടക്കണം? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഒന്ന് പറഞ്ഞേ നീ. അല്ല സത്യേട്ടാ, ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മളത്. ഞാൻ എന്ത് ലേറ്റ് ആവണ്? ഞാനൊരു സമയം പറഞ്ഞിട്ടില്ലേ? ആ സമയത്തിന് ഞാൻ വരൂലേ? അതിനകത്ത് പെട്ടെന്ന് മഴ പെയ്തേ സത്യേട്ടാ. മാത്രമല്ല നമുക്ക് പ്രവർത്തകർ കുറവായിരുന്നു. അപ്പൊ വന്ന ബംഗാളികൾക്കാണെങ്കിൽ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് അവര് തിരക്കൂട്ടി. അപ്പൊ അതുകൊണ്ടാ ഉദ്ഘാടനം നടത്തിയ. എടോ, മഴ ഉണ്ടായിരുന്നെങ്കിൽ ആ പരിപാടി ക്യാൻസൽ ചെയ്യണം. അതാ ചെയ്യേണ്ടത്. എന്നിട്ട് ആരാ ഉദ്ഘാടനം ചെയ്തത്? അത് നമ്മുടെ വാർഡ് മെമ്പർ സുഗതൻ. സുഗതനാ? എടാ, സുഗതൻ ഒരു മെമ്പർ അല്ലേ? ഞാൻ മണ്ഡലം പ്രസിഡന്റ് അല്ലേ? ആർക്കാ അധികാരം കൂടുതലൊന്ന് ആലോചിച്ചു. അതൊന്ന് പറഞ്ഞേ നീ. അല്ല, അധികാരം സത്യേട്ടന് തന്നെയാണ് അധികാരം. പക്ഷെ നമ്മള് നീ വേണ്ട ഇനി നീ ഒരു ചുക്കും പറയണ്ട. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഈ വക പരിപാടികളൊന്നും ഒരു മാന്യായ പാർട്ടിക്ക് ചേർന്നതല്ല. അതൊക്കെ കയ്യിൽ വെച്ചാ മതി. ഇതാ സുഗതന്റെ പരിപാടിയാ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ എന്താ പരിപാടി? ഇനിയിപ്പോ വേറെ പരിപാടിയൊന്നും ഇല്ല. ആ സ്കൂളുകാര് ഒരു ശാസ്ത്ര ക്ലബിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചിരുന്നു. അവിടെ പോയാലോ? അത് ഉച്ചയ്ക്ക് ശേഷല്ലേ? രാവിലെ ആക്കാൻ പറയാം. സ്കൂളിൽ കുട്ടികളവിടെ ഉണ്ടാവൂലേ? എന്നാ പിന്നെ അത് പറ. ശാസ്ത്ര ക്ലബിന്റെ ഉദ്ഘാടനമാണ്. അതിനെന്തായാലും നമ്മൾ തന്നെ പോണം. നമ്മളല്ലാതെ വേറെ ആരും ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ്. എന്നാ വിളിച്ചു പറഞ്ഞു. ഞാൻ അവരെ വിളിച്ചു പറയാം. എന്നാ പോലെ നേരെ പോവാം. ഈ മന്മഥൻ ഒരു ഒറ്റൊരുത്തം കാരണമാണ് ഞാൻ ആ ധർണ ഉദ്ഘാടനം ചെയ്തത്. ഞാനെന്ത് ചെയ്തു സുധേട്ടാ നിങ്ങൾ പറയണേ? അയാൾ വരാൻ ലേറ്റായി മണ്ടു വെച്ച്. മാത്രമല്ല അവിടെ കൂടിയിരുന്നവർ ഒന്നാമത് നമ്മളെ മലയാളികളില്ല, കുറെ ബംഗാളികളാണ് ഉണ്ടായിരുന്നത്. അവർ മഴയും കൂടെ പെയ്തപ്പോൾ അവർക്കെല്ലാം പോണമെന്ന് ബഹളം ഉണ്ടാക്കി. ഈ സത്യനോട് ചോദിച്ചിട്ട് വേണ്ട എന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ. അതെ,
ജില്ലാ കമ്മിറ്റിയിൽ മാത്രമല്ല സംസ്ഥാന കമ്മിറ്റിയിലും കേന്ദ്ര കമ്മിറ്റിയിലും വരെ പരാതി കൊടുക്കും. അങ്ങനെ എങ്ങാനും ഉണ്ടായാൽ പാർട്ടി എനിക്കെതിരെ നടപടിയെടുക്കും. അതിലൊരു സംശയമില്ല. ഉദ്ഘാടനത്തെ പേരിൽ ഇത്രയും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുമായിരുന്നു. വെറുതെ പേര് ദോഷം കിട്ടും സുഖേട്ടൻ. ഇനി എന്ത് ഉദ്ഘാടനം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പോയി ചെയ്തോളൂ. സത്യം. എന്റെ സുഖതേട്ട ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ആ ഫേസ്ബുക്കിൽ സുഖതേട്ട ഉദ്ഘാടനം ചെയ്യണ ഫോട്ടോ ഇട്ടിട്ട് എത്ര പേരെ ലൈക്ക് അടിച്ചെന്നറിയാമോ? അതിന്റെ കമന്റ് വായിച്ചത് നിങ്ങൾ? അത് കാരണമാണ്, ആ ഒരു ഒറ്റ കാരണമാണ് ഈ സത്യന് ഇത്രയും ചൊറച്ചിലുണ്ടായത്. എന്റെ സുഖതേട്ടൻ നിങ്ങളൊന്നും മിണ്ടായിരിക്കും. അതിന്റെ താഴെ ഒരാൾ കമന്റ് എഴുതിയിരിക്കുകയാണ്, ഈ സുഖതേട്ടൻ മെമ്പറായിട്ട് ഒതുങ്ങേണ്ട ആളല്ല, മന്ത്രിയാവേണ്ട ആളാണെന്ന്. ഇങ്ങനെയൊക്കെ തന്നെയാണ് രാഷ്ട്രീയത്തിൽ മുമ്പോട്ട് പോകുന്നത്. പറഞ്ഞു കൊടുക്കുക ചേച്ചി. അതെ, രാഷ്ട്രീയത്തിന്റെ കീഴ്വഴക്കൊക്കെ നിനക്കറിയാലോ. അയാൾ മണ്ഡലം പ്രസിഡന്റാ, ഞാൻ വെറും ഒരു മെമ്പറാ. നമ്മൾ കരുതിയിരിക്കണം, സത്യൻ എന്തെങ്കിലും ഒന്നും ചെയ്യാതിരിക്കില്ല. സുഖേട്ടാ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാരും കൂടി അങ്ങ് പാർട്ടി മാറും. അതെ, പാർട്ടി മാറാനൊന്നും തന്നെ കിട്ടില്ല. മരണം വരെ ഈ പ്രസ്ഥാനത്തിൽ ഉറച്ചിരിക്കും. പക്ഷെ സത്യൻ 8ന്റെ പണി തരും. കരുതിയിരിക്കണം, സൂക്ഷിക്കണം. ഇതെന്താ ബ്രഹ്മാവോ? ചെയ്യിക്കാക്കില്ലേ? അതെ, ഇതൊക്കെ പുറത്തിറങ്ങി നാണക്കണം. ഇല്ലാന്നത് എന്റെ മൊബൈലിന്റെ ഭാര്യ കാണിച്ചു കൊടുക്കാനാ. അവളിതൊന്നും കണ്ടില്ലല്ലോ. അതിനാ പുറത്തൊന്നും അറിയില്ല. പുറത്തു പോരുതട്ടാ. ഇതിന് നല്ല കായലും ഉണ്ടാവുമല്ലോ അല്ലേ? അതിനുള്ള വരുമാനം കൂടല്ലേ. അത് ഇയാൾ എന്താ വരാത്ത? ഇയാൾ ഇടക്കിടക്കടെ പുസ്തകം നോക്കാൻ പോവുക. വരും വരും. എന്താ ഇത്ര നേരമായി? നമുക്ക് പോണ്ടേ കഴിഞ്ഞിട്ട്? നിങ്ങളിങ്ങോട്ടേക്ക് പിന്നെ സ്വാമി, ആ, ഈ ഞാനായിട്ട് കൊണ്ടുവന്നതാണ് ഈ സുഗതൻ എന്ന് പറഞ്ഞ കക്ഷീനെ. ഇപ്പോ പാർട്ടിയിൽ എന്നെയൊക്കെ ഇങ്ങനെ ചവിട്ടി ചവിട്ടി മാറ്റിയിട്ട് മൂപ്പർക്ക് ഇങ്ങനെ ഉയർന്നു വരണം. അതാണ് മൂപ്പരുടെ പ്ലാന്. അത് നടക്കരുത്. മൂപ്പര് ചവിട്ടി താത്തിട്ടാണ് ഈ സുഗതം മേപ്പെട്ട് പോണതേ. അത് നടക്കൂല. അത് പറഞ്ഞല്ലോ. ഇനി ഒരു ഉയർച്ച ഉണ്ടാവില്ല. സർവ്വം നശിക്കും. ആർക്ക്? നിങ്ങൾക്ക്? എനിക്കല്ല. അല്ല. ആ ശരി, പറഞ്ഞു തെറ്റിപ്പോ. ഒന്നും പേടിക്കണ്ട. അങ്ങനെ വന്നാ മതി. എനിക്ക് സന്തോഷമായി. അങ്ങനെ തന്നെ ഞാൻ ചെയ്ത. ഓ, അപ്പൊ ഇനി വേറെന്തെങ്കിലും? ഇനിയാണ് കർമ്മം. ഒരക്ഷരം ഉരിയാടാതെ സുഗതന്റെ പറമ്പിലെ കന്നിമൂലക്ക് കുഴിച്ചിടാം. കുഴിച്ചിട്ടിട്ട് സുഗതനെ വിളിച്ച് പറയണോ? അത് വേണ്ടല്ലേ? ഇല്ല, പറയില്ല. അപ്പൊ അങ്ങനെ ചെയ്യാം. ആ, പിന്നെ ദക്ഷിണ ഗൂഗിൾ പേ.
എടി ഈ മൻപതിനെന്തിനാ എല്ലാവരും കൂട്ടിയിട്ട് വരുന്നത്? പിന്നെ ഇതെന്താന്നറിയണ്ടേ, മനുഷ്യന്റെ കയ്യും കാലും വിറച്ചിട്ട് വെയ്യാം. സുധേട്ടാ സുധേട്ടാ ഇവിടെ എന്താ സംഭവം? ദേ ഇവിടെ അങ്ങോട്ട് എല്ലാവരും കൂട്ടിയിട്ട് വന്ന് ഞങ്ങൾ എല്ലാരും കൂടെ നമ്മുടെ സമ്മേളനത്തിന്റെ സുഗതേട്ടന്റെ ഫ്ലെക്സ് വെക്കാനായിട്ട് അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്നപ്പോ സുഗതേട്ടന്റെ ഫ്ലെക്സിൽ കാക്ക തൂറി മുഖത്ത്. ഞാൻ പറഞ്ഞില്ലേ ദോഷം തുടങ്ങി. എന്താണ് പ്രശ്നം? സത്യേട്ടാ മറ്റവന്മാര് പണി തന്ന് പ്രതിപക്ഷം. അല്ല, ഇവരൊക്കെ പറയണത് എനിക്കെതിരെ ആരോ കൂടോത്രം ചെയ്താന്നാ പറയുന്നത്. അതിന് സംശയം ഉണ്ടാ? എന്താ സംശയം? ഇത് എന്തായും എന്തെങ്കിലും പേടിപ്പിക്കണത് അതിനെന്താ നോക്കിയതല്ലേ, എടുത്ത് പൊന്തിക്കാൻ നോക്കിയില്ലേ? ഇത് നല്ല പവറുള്ള സാധനമാണ്. വീടിന്റെ കന്നിമൂല ഏതടത്തുണ്ടി കിട്ടിയ മൂലയില് ചമ്പിയതാ. അല്ല, അതിപ്പോ ആരത് കണ്ടത്? അത് ഇതിപ്പോ ഇവളാ കണ്ടതേ. ആ, എങ്ങനെ? ഇതിപ്പോ ഇന്നലെ വരെ ഇല്ലാത്ത ഇന്ന് രാവിലെ നോക്കുമ്പോ ഒരു വാഴണ്ടല വെട്ടി വെച്ചിട്ട് അതിലൊരു കല്ലിരിക്കും. അപ്പൊ സംശയം തോന്നിട്ട് അത് മാറ്റിയപ്പോ കണ്ടതാ. ഓ, ശരി. അതെ, വെച്ചോൻ എന്തായാലും ബുദ്ധിയുള്ളവനാ. കാരണം ഇത് പുണ്യമായ ഒരു സാധനമാണല്ലോ. മഴ ഏതായാലും നനയണ്ട, ആ പവർ കൊണ്ടാച്ചിട്ട് വെച്ചേക്കും. എനിക്ക് തോന്നുന്നത് അങ്ങനെയാ അല്ലേ? അങ്ങനെയാവും. ഇതിന്റെ അകത്ത് ഇപ്പൊ എന്താ? എന്റെ സുഖതോട്ട ഇതിന്റെ അത് നിറച്ച് മന്ത്രങ്ങളാ. ജപിച്ച തകിടും കോഴിമുട്ടയും കോഴിത്തലയിലായിരിക്കും. കോഴിത്തല ചുട്ടതാ. എല്ലിന് നല്ല ബലാ നിറ തിന്നാല്. തകിടുണ്ടാവൂ, കോഴിമുട്ട. തകിടാണെങ്കിൽ ഉണ്ടല്ലോ സുഗതേട്ടാ, നിങ്ങളെ രാഷ്ട്രീയ ഭാവിയെല്ലാം നശിച്ച് നിങ്ങളൊരു തകിടിനകത്ത് ഒതുങ്ങുന്ന പോലെ ഈ വീട്ടിനകത്ത് ഒതുങ്ങും. ഇനി അതല്ല മുട്ടയാണെന്നുണ്ടെങ്കിൽ മുട്ട ഉടഞ്ഞ് തവിട് പൊടിയാവും പോലെ നിങ്ങൾ തവിട് പൊടിയാവും. കോഴിത്തലാണെന്നുണ്ടെങ്കിൽ സുഗതേട്ടാ നിങ്ങളെ തല പോവും. മണ്ടു കോഴിത്തലുണ്ടാവില്ല. അതെ സുധ, എന്റെ ഒരു അടുത്തൊരു ബന്ധുവിന്റെ ഒരു മരണം വന്നിട്ട് ഞാനേ അങ്ങോട്ട് പോട്ടെ കേട്ടാ. എന്തിനീ കുടുംബൂത്രം ഇവിടെ കുഴിച്ചിട്ടിന്? എത്ര സ്ഥലമുണ്ട്. ശ്മശാനത്തിലേക്ക് കുഴിച്ചിടാൻ പാരത്തില്ലേ കുടുംബൂത്രം? പിന്നെ വേറൊരു കാര്യം, ഇതാരാ ചെയ്തത് വെച്ചാൽ അത് നമ്മൾ കണ്ടുപിടിക്കും. പ്രതിപക്ഷം എങ്ങാനും ആണെങ്കിൽ വിട്ടുകൊടുക്കൂല നമ്മള്. ഇറങ്ങട്ടെ? ശരിട്ടാ. ഞാൻ അവിടുന്ന് ഇന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അത് കന്നിമൂല മാറിപ്പോയിട്ട് വീടിന്റെ കന്നിമൂല നോക്കട്ടെ. അന്വർത്ഥം തുടങ്ങി. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹപ്രവർത്തകന്റെ മരണം, കുടുംബത്തിലൊരു മരണം നടന്നൊക്കെയാണ്. ഇതിനി അടുത്ത് സുഖേട്ടന്റെ കുടുംബത്തിലുണ്ടോ? മണ്ടു, മക്കളൊക്കെ എവിടെയോ കിടക്കുകയാണ്, പേടിയാവണു. നമുക്കിത് ഇവിടുന്ന് എടുത്തു മാറ്റാൻ. പറയരുത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട്. അവര് വരും. അവര് വന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. പിന്നെ സുഖത്തേട്ടോ, ഇത് പ്രതിപക്ഷമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലും നമ്മൾ ഇത് ചെയ്യും. ഞാനൊരു കേസ് മുട്ടയ്ക്കും പറഞ്ഞിട്ടുണ്ട് ചേച്ചി. സാറേ നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം. എന്താ സത്യത്തിൽ എന്താ സംഭവം എന്തായിരുന്നു? അത് തന്നെ സാറേ. അത് ശരി. കൂടോത്രമാണ്, കൂടോത്രം. ഇത് ആരാ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞേ? ഞാനാണ് സാർ. ആണോ? ആരാ ആദ്യം കണ്ടത്? ഞാൻ കണ്ടത് ഞാനാ. ആണോ? നിങ്ങളുടെ പേരെന്താ? മണ്ടോദരി. നിങ്ങളുടെ വീടാണോ അത്? സുഖേട്ടൻ. അത് ശരി. പുതിയ സ്ഥലം. അപ്പൊ എന്താ നിങ്ങക്ക് എന്താ ഇതുകൊണ്ട് ബുദ്ധിമുട്ടെന്താ? സാറേ, ഇത് ചെയ്തത് ആരാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് അവർക്ക് അതിന്റെ ശിക്ഷ കൊടുക്കണം. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സാറേ, പ്രതിപക്ഷത്തുള്ള എല്ലാവരെയും വിളിച്ച് സാറൊന്ന് കുടഞ്ഞാൽ നമുക്ക് അതിന് പ്രതിയെ പിടിക്കാൻ പറ്റും. പോലീസ് സ്റ്റേഷനിൽ പ്രതിപക്ഷത്തുള്ള എല്ലാവരും കൊണ്ടുവരാ, എന്നിട്ട് എല്ലാവരും ചോദ്യം ചെയ്യാല്ലോ. വേറെ പണിയൊന്നുമില്ല അവിടെ. കൃത്യമായ തെളിവുണ്ട് സാറേ. തെളിവോ? എന്ത് തെളിവ്? വായച്ചപ്പില. വായിച്ചപ്പോ? ചപ്പല്ല, വായച്ചപ്പില. കുടമൂത്രത്തിന്റെ മുകളിൽ വായച്ചപ്പില വെച്ചിട്ടാ ഓർ പോയത്. നായനെ കൊണ്ടത് മണപ്പിച്ചാ മൂപ്പറെ പിടിക്കാൻ പറ്റും. ആരായാലും പിടിക്കാൻ പറ്റും. നായനെ കൊണ്ടാ. എന്താ പുള്ളി പറയുന്നത്? സാറേ, വായന്റെ ഇല നായനെ കൊണ്ട് മണപ്പിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞു. വാഴയില നായനെ കൊണ്ട് മണപ്പിക്കണം അല്ലേ? അതെ. അത് നമുക്ക് മണപ്പിക്കാം കേട്ടോ. നമുക്ക് നോക്കാം. ഒരു കാര്യം ചെയ്യ്, അതെടുത്തിട്ട് വണ്ടിയിൽ വയ്ക്കും. എന്താണോ? ദോഷമാണ്, ദോഷമാണ്, ദോഷമാണ്. എടുക്കരുത്, തുടരുത്. എന്താണ് ദോഷമാണ്, കൂടോത്രമാണ് സാറേ. തൊട്ട അത് അപകടമാണ് സാറിന്. ആണോ? അന്നൊരു കാര്യം ചെയ്ത് നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ട് വണ്ടിയിൽ വയ്ക്കും. ഞങ്ങൾ ആരും എടുക്കൂല സാർ. നിങ്ങൾ ആരും എടുക്കൂല. ഞങ്ങൾ വന്ന് എടുക്കാൻ സമ്മതിക്കൂലേ?
അത് എടുക്കുന്ന ആളിനത് അപകടമാണ്. ആ അപകടം ഞങ്ങൾ തീർത്തോളാന്നേ. ജോർജ് എടുത്ത് വണ്ടിയിലേക്ക്. ആ വണ്ടിയിലേക്ക്.